ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബെഡ്റൂമിൻ്റെ, അതായത് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബെഡ്റൂമിൻ്റെ വയറിങ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ കൺസീൽഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് കട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ എൻട്രൻസിൽ വരുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ വരുന്ന ബെഡിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ച് ബോർഡ്, പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലഗ് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു സ്വിച്ച് ബോർഡ്, അത് പിന്നെ അത് എ സി വരുന്നുണ്ടെങ്കിൽ എ സിയുടെ ഔട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിലാണ് നമ്മളിത് ക്ലിയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് രീതിയിൽ തന്നെ നമ്മൾ കട്ടർ വെച്ചിട്ട്, അതായത് സോളിഡിൻ്റെ ബ്ലോക്കാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചിപ്പർ ഉപയോഗിച്ചിട്ട്, അതായത് ഡ്രില്ലിൻ്റെ ചിപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് കട്ടകൾ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണ്ട പൈപ്പിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമ്മൾ കട്ടർ വെച്ച് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം ചിപ്പർ ഉപയോഗിച്ചിട്ട് കുത്തി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുത്തി കളയരുത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ കനമാണ് നമ്മൾ ഈ പറയുന്ന സോളിഡിന് വരുന്നത്. സോളിഡിൻ്റെ മാക്സിമം പോയി കഴിഞ്ഞാൽ 1 ഇഞ്ച് മാക്സിമം താഴാൻ പാടുള്ളൂ, കാരണം ഓവറായിട്ട് താഴുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബലക്ഷയം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 20 mm പൈപ്പ് അല്ലെങ്കിൽ 25 mm പൈപ്പ് ഉപയോഗിക്കുക, കൺസീൽ ചെയ്ത്, അതായത് ഭിത്തിയോട് കൺസീൽ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ്. അതായത് തേപ്പിന് മുന്നേ ഭിത്തിയുടെ സെയിം ലെവലിൽ തന്നെ പൈപ്പ് നിൽക്കുന്ന രീതിയിലാണ്, ഒരുപാട് കുത്തി താഴ്ത്തരുത്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു സീലിംഗ് കൊടുത്തതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിങ്ങിലുള്ള ലൈറ്റ് ഒരു പോയിന്റ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കൺസീൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേ ലെവലിൽ മാത്രമായിട്ടാണ് ഒരുപാട് താഴ്ചയില്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ കൊടുത്തിരിക്കുന്നത് നോക്കി അറിയാൻ പറ്റും. മെയിൻ സർക്യൂട്ടുകളെല്ലാം തന്നെ നമ്മളൊരു 25 mm പൈപ്പ് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. DBയിൽ നിന്നും മെയിൻ സർക്യൂട്ട് വരുന്നതും അത്യാവശ്യം വയറുകൾ കൂടുതലായിട്ട് വരുന്നതും 25 mm പൈപ്പ്, ബാക്കി എല്ലാ പോയിന്റുകളും വരുന്നത് 20 mm പൈപ്പിലിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് AC ഔട്ട്, ലൈറ്റ് പോയിന്റുകൾ, അത്യാവശ്യം പിന്നെ ചെറിയ സർക്യൂട്ടുകൾ, പുറത്തേക്ക് വരുന്ന ലൈറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതുകളെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് 20 mm പൈപ്പിലാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. മെയിൻ സർക്യൂട്ടുകളെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ 25 mm, അതായത് ഉദ്ദേശിക്കുന്നത് കുറച്ച് വലിപ്പമുള്ള പൈപ്പ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുകൾ ടൈറ്റ് ആവില്ല. വയറുകൾ ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ LED ബൾബൊക്കെയാണ് ഇന്നത്തെ കാലത്ത് തെളിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. അത് ഇല്ലാതിരിക്കണമെങ്കിൽ പൈപ്പുകൾ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ കൊടുത്താൽ മാത്രമേ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വയർ ടൈറ്റ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാവും, പിന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കൺസീൽ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പൈപ്പ് കാര്യങ്ങൾ കൂടുതലിട്ട് ചെയ്യുകയാണെങ്കിൽ, വയർ ടൈറ്റ് ആവാത്ത രീതിയിലുള്ള പൈപ്പുകൾ 1-2 പൈപ്പ് കൂടുതൽ ചെയ്യുകയാണെങ്കിലും അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. ആദ്യത്തെ ചെറിയ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് ഫിനിഷിംഗ് സ്റ്റേജിൽ വരുന്ന ആ ഇൻഡക്ഷൻ കറണ്ട് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമുക്ക് നീറ്റായിട്ട് ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇത് ബാത്റൂമിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. ബാത്റൂമിൻ്റെ അകത്ത് എക്സോസ്റ്റ്, മിറർ ലാമ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഹീറ്ററിനുള്ള ഓപ്ഷൻ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റാച്ച് ചെയ്ത് ബെഡ്റൂമിൽ നമുക്ക് മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് മെയിൻ മാസ്റ്റർ സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് ബെഡ്റൂമിലാണ് കൊടുക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇനി എന്തുകൊണ്ടാണ് അത് റൂമുകളിൽ കൊടുക്കണമെന്ന ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time